കാട്ടുപൂച്ച നാട്ടിൽ പ്രസവിച്ചാലോ? നാട്ടുപൂച്ചയാവുമോ? ഇത് മൊത്തം ഇന്ന് വൃത്തിയാക്കിയതായിരിക്കും. ഇല്ല, ഒരിക്കലും ആവില്ല. എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് തന്നെ അവന് അതിൻ്റെ പരിചരണം കൊടുക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ഇതിനെ ഒരു കൂട് പോലെ ആക്കി കൊടുക്കാം. ഒരു കോലി ഇങ്ങനെ അണ്ടത്തിന് വെച്ചോ. കൊണ്ടുപോകും സന്ധ്യ കൊണ്ടുപോകും. അത് ആ കാട്ട് പോയിട്ടുണ്ടാവും. അതന്നെ ആ വലിയൊരു തണ്ടം കൂടി പൊട്ടിക്കുന്നു. അണ്ടം വെച്ച് കൊടുക്കാം. വീട്ടുപറമ്പ് കാട് വെട്ടി തെളിച്ചപ്പോഴാണ് കാട്ടുപൂച്ചയെ കണ്ടത്. കുറച്ച് ആൾക്കാർ പറഞ്ഞു പുലിയാണെന്ന്, കുറച്ച് പേര് പറഞ്ഞു കാട്ടുപൂച്ചയാണെന്ന്. ഒടുവിൽ അവർ വനം വകുപ്പിനെ വിവരം അറിയിച്ചു. എന്തായാലും അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാത്തിരിക്കാം. അല്ല, ഇതൊന്നും മനുഷ്യർ വളർത്തേണ്ടതല്ല. ഒന്ന് പിന്നെ കാട്ടുപൂച്ചയാണ്, നമുക്ക് ഇതിനടുത്ത് വളർത്താനൊന്നും പാടില്ല. സന്ധ്യ ആകുമ്പോഴേക്ക് തന്നെ എത്തി. കുറുക്കനോ മറ്റോ കുഞ്ഞുങ്ങളെ എടുത്തു പോകുമെന്നുള്ള ഭയമായിരുന്നു. എന്തായാലും ഊഹം തെറ്റിയില്ല. ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ. അമ്മ പൂച്ച പണി തുടങ്ങിയെന്ന് മനസ്സിലായി. ഇനി എവിടുന്ന് വരുന്നു, എങ്ങോട്ട് കൊണ്ടുപോകുന്നു മാത്രം അറിഞ്ഞാൽ മതി. റോഡിന് ഓപ്പോസിറ്റിൽ നിന്ന് ആളുടെ വരവ്. അവിടെയാണ് ഇനിയൊരു കാടുള്ളത്. മതിലിന് മുകളിൽ കയറിയിരുന്ന ആൾ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നുണ്ട് റോഡിലൂടെ പോകുന്ന വണ്ടിയെയും ആളുകളെയും ഒക്കെ. തള്ളപ്പൂച്ചയെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ബുദ്ധിമുട്ടിയത് അവരുടെ വേഗത തന്നെയായിരുന്നു. കണ്ണുപൂട്ടി തുറക്കുമ്പോഴേക്കുള്ള സഞ്ചാര വേഗതയായിരുന്നു അവൻ്റെത്. റോഡ് ക്രോസ് ചെയ്ത് കുഞ്ഞിനെ എടുത്തിട്ടുള്ള തിരിച്ചു വരവ് പകർത്തിയെടുക്കാൻ വല്ലാതെ പാടുപെട്ടു. എന്തായാലും തള്ളയും കുഞ്ഞും സേഫാണ്. അവർ അവരുടെ ലോകത്ത് ജീവിക്കട്ടെ.